ട്രാവൻകൂർ പിസ്റ്റൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ട്രാവൻകൂർ പിസ്റ്റൻസ്. ഇത് സ്ഥലം കുളമാവാണ്. കുളമാവ് എന്ന് പറയുമ്പോൾ ഇടുക്കിയിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഞാനും എൻ്റെ DN റോഡ്സിലെ കുറച്ച് മെമ്പേഴ്സും ഞങ്ങളൊരു റൈഡ് വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഹൈലൈറ്റ്സും ഞങ്ങളുടെ കുറച്ച് എക്സ്പീരിയൻസുമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. രാവിലെ നമ്മൾ ആക്ച്വലി ഫ്രൈഡേ പാതിരാത്രി എത്തി, കാരണം സാറ്റർഡേ സൺഡേ അവധി ആയതുകൊണ്ട്. എന്നിട്ട് അവിടെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഊണ് കിട്ടുന്ന കടയുണ്ട്. അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ ഊണൊക്കെ രാവിലെ കഴിച്ചു. എന്നിട്ട് ചുമ്മാ ഒന്ന് ആ ഏരിയയ്ക്ക് ഒന്ന് കറങ്ങാനിറങ്ങി. അപ്പോൾ ഇത് അവിടുത്തെ ഒരു റിസർവോയറാണ്. നൈസ് പ്ലേസാണ്. നൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ വരും, കാരണം ഇവിടെയൊക്കെ ചില സമയത്ത് ഇങ്ങി വരെയൊക്കെ വെള്ളം വരും, കാരണം ലെവൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ ചുമ്മാ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട്, ഒട്ടുമിക്ക വണ്ടി എല്ലാം എക്സ്പൾസ് തന്നെയാണ്. പിന്നെ ഒരു ഹിമാലയൻ എങ്ങാണ്ടുണ്ടായിരുന്നു, അത്രയാണ്. ഇതിന് സ്ഥലത്തിൻ്റെ പേരൊന്നും എൻ്റെ അടുത്ത് ചോദിക്കില്ല, എനിക്കറിയില്ല. എല്ലാം ഓരോരോ മലകളാണ്. ഇവിടെ കുറേ ലീച്ച് മല എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്, കാരണം ഇതിൽ കുറേ ഇഷ്ടംപോലെ ലീച്ചുണ്ട് മഴ സമയത്ത്. പക്ഷേ ഇന്ന് എന്തോ ഭാഗത്തിന് ഇല്ല ഇവിടെ. അപ്പം ഇത് ഞങ്ങൾ ആക്ച്വലി ഒരു കോഴിക്കട അന്വേഷിച്ച് പോകുന്നതാണ്. അപ്പം ഞാനും നമ്മൾ സ്റ്റോണറാണെന്നും കൂടെ പോയതാണ്. അങ്ങനെ കോഴിക്കട എത്തിയിരിക്കുകയാണൊക്കെ. അപ്പോൾ ഇവിടുന്ന് കോഴിയൊക്കെ വാങ്ങിച്ച് ഇവിടുന്നാണ് നമ്മൾ മറ്റ് അനുബന്ധ സാധനങ്ങളെല്ലാം വാങ്ങിച്ചത്. ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റർഡേ അല്ലേ, നല്ലൊരു വൈകുന്നേരത്തേക്ക് ഒരു ഗ്രില്ലിനുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം എന്നാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ, അതിൻ്റെ പ്രിപ്പറേഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മുടെ സുഹൃത്തുണ്ട് അംജിത്ത് എന്ന് പറയും, അവന് ഇതൊക്കെ നല്ല വൃത്തിക്ക് അറിയാം. അപ്പോൾ ആശാനാണ് ലീഡ് ഷെഫ്. അപ്പോൾ പുള്ളി നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഫുള്ള് ഓണാക്കി നിന്ന് കൊടുത്താൽ മതി. ഇത് മസാലയൊക്കെ സെറ്റ് ചെയ്ത് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ബാക്കി എന്താ പറയുക, വണ്ടി എടുത്തുകൊണ്ട് വൈകുന്നേരം വരെ ഉള്ള മലയും കാടും ഒക്കെ ഓടിച്ച് കളിക്കാം എന്നാണ് ആക്ച്വലി പ്ലാൻ. എണ്ണ എടുത്തില്ല. മല്ലി നമുക്കിവിടെ വളർത്തിക്കൂടാ. മല്ലിയിലയും മറ്റേ എണ്ണ ഒതുക്കിയത് തട്ടിക്കോ, എണ്ണ വേണം. മതി മതി, നിർത്തിക്കോ, ഫിനിഷ്. ഓക്കെ, സെറ്റ്. ഇത് ഭയങ്കര ഡ്രൈ ആയില്ലടാ പൊടി. ഓക്കെ, ഇത് മാഗിയുടെ മറ്റേ പൊടിയുടെ മണം. പൊളി. അണ്ണ ഇങ്ങനെ കട്ട് ചെയ്യണ്ട. നീ ഇങ്ങനെ സൈഡിൽ നിലയിൽ നിന്ന് മാറിയല്ലോ. കിട്ടി. ഇത്ര അടിച്ചേ, ഇനി അടിക്കണം. അടി അടി. കരിഞ്ഞ ഫ്രൈ ആയി അവസാനം. എന്തായി? ഓ എൻ്റെ മോനെ, ഇതാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് പ്രിപ്പറേഷൻ, മനസ്സിലായില്ലേ? ആ അടുക്കളയിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ ലെവലിൽ ഗ്രില്ലാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അംജിത്തും ബാക്കി സംഘങ്ങളും ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഇറ്റ് ഫീൽസ് നൈസ്, കാരണം എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ പ്രിപ്പയർ ഒക്കെ ചെയ്ത് കുക്ക് ചെയ്യുമ്പോണ്ടല്ലോ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി ഡെസ്റ്റിനേഷൻ, മനസ്സിലായില്ലേ? ആ ഒരു റൈഡും ആ ഒരു എക്സ്പീരിയൻസുമാണ് നമ്മളെപ്പോഴും എൻജോയ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ഇത് എല്ലാം വെൽ മിക്സ് ചെയ്ത് സെറ്റാക്കി മാരിനേറ്റ് ചെയ്യാനാണ് പ്ലാൻ. ആക്ച്വലി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാനല്ല, ഇത് ചെയ്താൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും. ഓക്കെ, മനസ്സിലായി. ഒഴിച്ചോണം, കറക്കി അടി.
ആരെങ്കിലും സംശയം ചോദിച്ചാൽ നീ റിപ്ലൈ കൊടുത്തോണം കേട്ടോ. മതി 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 ബാക്കി എന്നാ മാഷ് ഉപ്പ് പിള്ളേരെ ഇട്ട് 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 ഇട്ട്. തൊട്ട് നോക്കണോ? നിനക്കിങ്ങനെ നീ കറിയൊന്നും വെക്കൂല, നീ പച്ചക്ക് തിന്നൂലേ? നമ്മള് പച്ചക്ക് നിന്നില്ല, നമ്മള് ബി പ്രൊഫഷണൽസ് ആണ് അല്ലേ സ്റ്റോൾ? വെൽ കുക്ക്ഡ്. സോ ബ്യൂട്ടിഫുൾ. ഇല്ലെങ്കിലേ അപ്പുറം പിള്ളേര് നമ്മളങ്ങനെ തെറി വിളിക്കും. അപ്പം രാത്രി ബ്ലാസ്റ്റ് ചെയ്യാനുള്ള സാധനം മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ കുറേ ട്രയൽസും കുറേ മുട്ടക്കുന്നും മലയൊക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം നല്ല ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആണ്. ഓഫ് റോഡെന്ന് മാത്രമല്ല, ലൈക്ക് ആ ഒരു വൈബ് ഒന്ന് ബ്ലാസ്റ്റ് ചെയ്യാം. കുറച്ച് ജമ്പും കുറച്ച് വേറെ ചെറിയ സ്റ്റൺസും റെയിലൊക്കെ ഓടിക്കാം അതാണ് പ്ലാൻ. അപ്പം ഈ രാത്രിയിലേക്ക് വരുള്ളൂ. ഫുൾ അല്പം ഡേഞ്ചറസും ആണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡേഞ്ചറസ് ആണ്. അപ്പോൾ അതാണ് ഇനി പ്ലാൻ. ബോയ്സൊക്കെ ഫുൾ ഓണാണ്, അത്യാവശ്യം നല്ല ഗിയറൊക്കെ ഉണ്ട്. കാരണം ആ കാര്യത്തിൽ നമ്മുടെ പയ്യന്മാർ സെറ്റാണ് കേട്ടോ. കാരണം ചാടിക്കാൻ പോലും പൈസ ഇല്ലെങ്കിലും ഹെൽമെറ്റ് 10,000 രൂപയ്ക്ക് മുകളിലുള്ളതായിരിക്കും. ജാക്കറ്റ് കാര്യങ്ങൾ അതെല്ലാം അങ്ങനെ സേഫ്റ്റിയിലൊന്നും നോ കോംപ്രമൈസ്. ആക്ച്വലി നമ്മുടെ ബോയ്സ് ആദ്യമായിട്ടാണ് ഈ ഒരു ട്രയൽ പോകുന്നത്. അപ്പോൾ അത് കാരണം എങ്ങനെയാണ് ടെറൈന് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു കോർണർ റേഞ്ച് എങ്ങനെയാണ് അവിടുത്തെ ആ ഒരു വൈബെന്ന് ഒരു പിടിയില്ല. സോ അതുകൊണ്ട് എല്ലാവരും ഒരല്പം കോഷ്യസ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ അവിടെയുള്ള സ്റ്റോണർ ബ്രോയുടെയും അല്ലെങ്കിൽ അംജിത്തിൻ്റെയും റെഫറൻസാണ്. കാരണം അവിടെ മുകളിലൊരു കിടിലം വ്യൂ ഉണ്ട്. അതായത് ഈവനിങ് സൺസെറ്റ് കാര്യങ്ങളെല്ലാം അവിടെ മാത്രമേ ചിലവാക്കാവുള്ളൂ അല്ലെങ്കിൽ ചിലവൊഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കടുംപിടുത്തം പിടിച്ചുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ നമ്മൾ നടക്കില്ല, നമ്മൾ വണ്ടിയും കൊണ്ട് പോകും എന്നും പറഞ്ഞുകൊണ്ടാണ് ഇതുവഴി നമ്മൾ പോയത്. അത്യാവശ്യം കിട്ടില്ല ഓഫ് റോഡാണ്. ആ ഒരു ടെറൈൻ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. കാരണം സാധാരണ കാറൊന്നും ജന്മത്തിൽ കയറത്തില്ല. പ്രോപ്പർ 4x4 വിത്ത് റിയർ ഡിഫിലോക്ക് മിനിമം എങ്കിൽ സെറ്റാണ്. പക്ഷെ നമ്മൾ കയറി, നല്ല ശീലം. നമ്മൾ സെറ്റാക്കാതെ ഇല്ലല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വ്യൂ ഒക്കെ നിങ്ങൾ നോക്കി പൊളിയാണ്. എന്താണ് നമ്മുടെ ആവശ്യകതയെന്ന് നമ്മൾ തിരിച്ചറിയാം. ശരീരത്തിനായാലും മനസ്സിനായാലും അത് തിരിച്ചറിഞ്ഞാൽ ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ പല ആൾക്കാർക്ക് പലതാണ്. ചിലപ്പോൾ അയാൾക്ക് അങ്ങനെ ജീവിക്കുമ്പോഴായിരിക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്, ഇങ്ങനെ ജീവിക്കുമ്പോഴായിരിക്കും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്, വേറൊരാൾക്ക് മാരീഡ് ആകുമ്പോഴായിരിക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. ഒന്നിനും റിഗ്രറ്റ് ചെയ്തിരുന്നു ഡിസിഷൻ. എക്സാക്ട്ലി. വാട്ട് എവർ ഡിസിഷൻ, അതേ മാരീഡ് ഡിസിഷൻ ആണെങ്കിലും അൺമാരീഡ് ഡിസിഷൻ ആണെങ്കിലും ഏത് ഡിസിഷൻ എടുത്താലും റിഗ്രറ്റ് ഉണ്ടാകരുത്. ബിഫോർ ഡൂയിങ് വി മസ്റ്റ് തിങ്ക് ട്വൈസ് എന്നൊക്കെ പറയണമല്ലോ. എന്ത് കാര്യം ചെയ്താലും ബൈക്ക് ബൈക്കല്ല, ഇത് സൈക്കിളാണെന്ന് തോന്നുന്നു. അവിടെ നല്ല ബൈക്ക് ഓടിച്ചു. എവിടെ? വീട്ടിൻ്റെ ഓടിച്ചു. ഇതോ? ഒരിക്കലും ഇല്ല. ഏത് വഴി? ഇവിടെ വഴിയുണ്ടോ? വഴിയൊന്നുമില്ല, പുല്ല് വഴി ഓട്ടിച്ചത്. ഓ അങ്ങനെ. ഓക്കെ. ബുദ്ധിയില്ലാണ്ട് നേടിക്കണമെങ്കിൽ ഒരു ബുദ്ധി വേണം. പേടിച്ച് കിടന്ന നിനക്ക് അതിരിക്കട്ടെ എൻ്റെ ഇത് മാറും. സൈക്കിൾ. ഇവിടെ മരം വളരൂലല്ലേ ഇവിടെ? അതെ അതെ. ഇവിടോ? വേറെ വഴിയുണ്ടോ കയറാൻ? പിന്നെ എങ്ങനെ ഇതുവഴി കയറും? കഴിവിൻ്റെ അല്ല, ഭയങ്കര മെനക്കേടാ. ഭയങ്കര കയറ്റമുണ്ട്. ടയറൊക്കെ അമ്മാതിരി കിടിലായിരിക്കണം. പിന്നെ നല്ല ബോഡി ഫിറ്റാണ്, ഫ്ലെക്സിബിൾ ആണ്, നല്ല രീതി ബോഡി കളിച്ച്. കുഴപ്പമില്ല. ഇതുവഴിയല്ല കയറ്റി. ആ അങ്ങനെ വല്ലതായിരിക്കും. ഈ വഴി കയറാൻ ടയർ പിടിക്കില്ല. ടയർ പിടിക്കില്ല, അതാ. അല്ലെങ്കിൽ വല്ല മുള്ളു ടയർ വല്ലതും വേണം. നടപ്പാതയല്ലേ, നടപ്പാത വഴി കയറിയില്ല. ഇടയ്ക്കിടയ്ക്ക് പുല്ല് കിടക്കണോണ്ട് അതിൽ പുല്ല് പിടിക്കും ടയർ. ശരിയാ.
ഇതുണ്ട്, ഇതൊരു സൈക്കിൾ വന്നിട്ടുണ്ട് ഇവിടെ. ഇത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സാമ്പാരായിരിക്കും. ഒരു സൈക്കിൾ ടീം വന്നു അന്നേരം മുഴുവൻ ചവിട്ടി എടുക്കുക. കുറച്ചധികം നടക്കാനുണ്ട് ആക്ച്വലി, ബട്ട് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഈസ് വർത്ത് ഇറ്റ്. ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ആ ഒരു വൈബ് ഇത് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് നൈസ്. എനിക്കത് എങ്ങനെ അത് പറഞ്ഞു തരണമെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഞാനതും കട്ട് ചെയ്യാതിട്ടേക്കുന്നത്. ലൈക്ക് കുറച്ച് ഭാഗമൊക്കെ കട്ട് ചെയ്തെങ്കിലും എൻജോയ്. നമ്മളാ പറയെ പോയിരിക്കും. അയ്യോ ഡേഞ്ചറാണ് ബ്രോ. അല്ല ചിലപ്പോൾ തെന്നി വീണല്ലേ. ചെരുപ്പാണ് അല്ലല്ലോ വീട്ടല്ലേ. ഉണ്ടോ? ആ ഒറ്റ പാറ ഏത്? ആ പൊക്കെ ഓക്കെ. ഇതാണ് ആപ്റ്റ് സമയം അല്ലേ, 5 മണി. ആണോ കാറ്റടിച്ച് മറിച്ചു ചിലപ്പം ഹെവി കാറ്റ് ചിലപ്പോൾ അങ്ങ് വന്നോളെ. ടോണറേ വേണ്ട, ആ കല്ല് വല്ല ഇളകി പോവും. എവിടെ? ആ പാറയുടെ മുകളിലാ. മറിഞ്ഞ് വീഴൂലേ? എനിക്ക് പേടിച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചാലേ ചില മണ്ടന്മാർ. അതേപോലെ തന്നെ ഇത് മൊത്തം ചെളിയാണ് മനി. ഈ കല്ല് എന്തുറപ്പിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്? അങ്ങനല്ല. എവിടെ? സത്യം പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം ഇത്രയും പീസ്ഫുള്ളും ഹോണടിയും ബഹളമൊന്നും ഇല്ലാത്ത സമാധാനം മാത്രം തരുന്ന ഒരു സ്ഥലത്ത് ഞാൻ വന്നിട്ട് കുറേ കാലമായി. ദി വേ ദി നേച്ചർ ഹോൾഡ്സ് ദെയർ ഒരു രക്ഷയില്ല. നമ്മൾ വലിയ മെഡിറ്റേഷനും യോഗയും ഒന്നും അല്ലെന്നുണ്ടെങ്കിലും നമ്മളെ അങ്ങനെയൊക്കെ ആക്കും അവിടെ. ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്തു, കുറേ നേരം. കാരണം അതങ്ങനെ ഒരു വൈബായിരുന്നു അവിടെ. എയറൊക്കെ എന്ന് പറഞ്ഞുണ്ടല്ലോ എൻ്റെ അമ്മ, യു ക്യാൻ ഫീൽ ദി ലങ്സ്. മനസ്സിലായില്ലേ? ഫീൽ ദി ലങ്സ്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഒരു ഹാപ്പിനെസ്സിനും വൈബിനും വേണ്ടി പല ആൾക്കാർ ഇഷ്ടം പോലെ പൈസ മുടക്കി മറ്റ് രാജ്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ലൈക്ക് ഇറ്റ് ഈസ് നൈസ്, ഇറ്റ് ഈസ് ഫൈൻ. ബട്ട് നമ്മുടെ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണ്ടല്ലോ, നമ്മുടെ കേരളം പോലെ ഇത്രയും ഒരു ഹെവൻ ആയിട്ടൊരു സ്ഥലം വേറെ ഇല്ല. വാട്ട് യു നീഡ്, എവറിത്തിങ് ഈസ് ഹിയർ, എവറിത്തിങ്. കേരളം മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആ ഒരു പൊട്ടൻഷ്യൽ ഒരു എന്താ പറയുക, റെസ്പോൺസിബിൾ ടൂറിസം ഒന്ന് എടുത്തോണ്ടല്ലോ. ഓ മൈ ഗോഡ്, ആലോചിക്കാൻ കൂടി വയ്യ. ഇപ്പോൾ രാത്രിയായി, ഇനി അധികം നേരം ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല. കാരണം നിൽക്കാം, പക്ഷേ നമുക്ക് അമ്മാതിരി നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വേണം. മനസ്സിലായില്ലേ? നല്ല ഫ്ലഡ് ലൈറ്റ്, പിന്നെ വെള്ളം കാര്യങ്ങളെല്ലാം വേണം. സോ വി തോട്ട് ഓഫ് ഗോയിങ് ബാക്ക് ടു ദി ക്യാമ്പ്, ലൈക്ക് നമ്മുടെ അംജത്തിൻ്റെ പ്ലേസിലോട്ട് പോവാം എന്ന് കരുതി. അപ്പം കാരണം കുറേ ഫുട്ടേജ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം
ഉള്ള ഒരു ആക്ഷൻ ക്യാമറയിൽ അതിൻ്റെ ബാറ്ററിയും തീർന്ന് ചാർജ് ചെയ്യാനും വിട്ടുപോയി. പിന്നെ ആകെ മൊത്തം അതിൻ്റെ മൗണ്ടിങ്ങും ചെറിയ സീനായി. അപ്പോൾ അതുകൊണ്ട് ലൈവ് വീഡിയോസ് ഒന്നും കിട്ടിയില്ല. ബട്ട് സ്റ്റിൽ ദി എക്സ്പീരിയൻസ് വാസ് ഓസം. കാരണം എസ്പെഷ്യലി നൈറ്റ് ടൈം ഇവിടെ ഫോഗ് ലൈറ്റും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. ആകെ ഒരു ഒറ്റ വണ്ടിയിൽ മാത്രമേ ഒരു ഓക്സിലറി ലൈറ്റ് ഉള്ളൂ, ബാക്കിയെല്ലാം നോർമൽ ലൈറ്റാണ്. യുനോ ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ. സിറ്റി ലൈഫിൽ കുഴപ്പമില്ല. ആക്ച്വലി ഗവൺമെൻറ് മസ്റ്റ് അലോ us to യൂസ് എന്താ പറയുക ഇങ്ങനത്തെ ഫോഗ് ലൈറ്റ്സോ ഓക്സിലറി ലൈറ്റ്സോ ഇൻ റോഡ് നോർമൽ റോഡിൽ ഇങ്ങനത്തെ സ്ഥലത്ത് ഉപയോഗിക്കുന്ന വണ്ടി ആയതുകൊണ്ട് ലൈക്ക് റിയലി ഹാർഡാണ്. കാരണം ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ പണി പാളും. ബട്ട് സ്റ്റിൽ വി മാനേജ്. ഇറ്റ് വാസ് ടു മച്ച് ഫൺ. നമ്മൾ എത്തിയിരിക്കുകയാണ്, സ്ഥലത്തെത്തി. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ ക്യാമ്പ് സൈറ്റാണ്. നമ്മളവിടെ മുകളിൽ കുറച്ച് സ്ഥലം സെറ്റ് ചെയ്തിട്ട് അവിടെയാണ് ഞങ്ങൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചത്. പ്രിപ്പറേഷൻ അവിടെ തന്നെ ആക്കി, വീട്ടിൽ നിന്ന് മാറ്റിയിട്ട് അവിടെ കുറേ നേച്ചർ കിട്ടുന്നു. ദൈവം സഹായിച്ച് അന്ന് വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഗ്രില്ല്. കേട്ടോ മോനെ, സത്യം പറഞ്ഞിട്ടില്ല ആ മണം എനിക്ക് പേടിയായിരുന്നു. ഇനി വല്ല കാട്ടിൽ നിന്ന് വല്ല പുലിയോ സിംഹമോ വല്ലതൊക്കെ വരുമോ. വേറെ സീനൊന്നും ഇല്ലായിരുന്നു. ഇടയ്ക്ക് നല്ല ഹെവി കാറ്റൊക്കെ അടിച്ചോട്ടോ. കാറ്റെന്നൊക്കെ പറഞ്ഞാൽ എന്തോ അവനെന്തോ കാറ്റിനെന്തോ പേര് പറഞ്ഞാൽ മറന്ന്. ഇതുണ്ടോ കേവ്മാൻ ചിക്കൻ ഫ്രൈ. പഴയ കേവ്മാന്മാരും ഗുഹാമനുഷ്യന്മാരുടെ സ്റ്റൈലുള്ള ചിക്കൻ ഫ്രൈ ആയിരുന്നു, പൊളിയായിരുന്നു. എല്ലാം നല്ല വീട്ടിലെ സൈസുള്ള കോഴിയാട്ടോ. നമ്മുടെ സിറ്റിക്ക് ഇടുന്ന കോഴിയെക്കാട്ടിലും കുറച്ചും കൂടെ വലിയ സൈസുള്ള കോഴിയാണ്. അപ്പം ഞാൻ പറഞ്ഞ ഹെവി കാറ്റൊക്കെ അടിച്ച് മഴ പെയ്യുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ മഴയൊന്നും പെയ്തില്ല. കാരണം അത് ലക്കാണ്. കാരണം ഒട്ടുമിക്ക സമയത്ത് നല്ല മഴയൊക്കെ പെയ്യുന്ന സ്ഥലം. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് എങ്ങനെയാണ് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ക്ലൈമറ്റ് വിൽ ചേഞ്ച് ഡ്രാസ്റ്റിക്കലി. ഓൾ ഓഫ് എ സഡൻ ചേഞ്ച് ചെയ്യും. തണുപ്പും അതേപോലെ തന്നെ പെട്ടെന്ന് കയറി തണുത്ത് കളയും. അപ്പോൾ അതൊക്കെയാണ് കാഴ്ചകൾ. പിന്നെ നമ്മൾ അങ്ങനെ ആ ഒരു വൈബ് അങ്ങ് ചില്ല് ചെയ്തങ്ങ് വിട്ടു. കാരണം മനസ്സിലായി ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് കൗണ്ട്സ് ഇൻ അവർ ലൈഫ്. ചുമ്മാ വീട്ടിൽ ഇരുന്ന് മനസ്സിലായില്ലേ, സീരിയലും കണ്ട് സീരീസും കണ്ടിരിക്കണമല്ലല്ലോ നമ്മുടെ ലൈഫ്. ഐ ലവ് ഇറ്റ്. എനിക്ക് ഐ ലവ് ഗോയിങ് ഔട്ട് ലൈക്ക് ദിസ്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. വീഡിയോ എടുക്കണതിൻ്റെ He's a fucking cat. ഇപ്പം ഞായറാഴ്ച രാവിലെ കുറേ നേരം കിടന്നുറങ്ങി. ഒരു 9-10 മണി വരെ കണ്ട് കിടന്നുറങ്ങി. എന്നിട്ട് പയ്യെ നമ്മൾ കുളിച്ച് ഫ്രഷായി. കാരണം ഇനി അടുത്ത് തിരുവനന്തപുരം വരെ വരണമല്ലോ. വണ്ടി എടുത്ത് പയ്യെ ഇറങ്ങി. ഇതാണ് തിരിച്ച് പോകുന്ന ആ ഒരു റൂട്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ രാത്രി 11-12 മണിക്കാണ് ഇതുവഴി കയറി വന്നത് ഒറ്റയ്ക്ക്. കാരണം ഞാൻ ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ ഇത്തിരി സമയമെടുത്തു. ഉള്ള പറഞ്ഞിട്ടില്ല, സാധാരണ ഹെഡ്ലൈറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് പയ്യെ നോക്കിയും കണ്ടേ വരാൻ പറ്റുള്ളൂ. ഒരു ഫോഗ് ലൈറ്റ്, ഒരു അടപ്പൊക്കെ വെച്ച് എങ്കിലും ഒന്ന് ഗവൺമെൻറ് ഒന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ വളരെ ഉപകാരപ്പെടും. കാരണം ഇവിടെ ഞാൻ രാത്രി എന്തൊക്കെയാണ് എടുത്ത് ചാടുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം കുറേ ദൂരം ഇങ്ങനെ പോയിട്ട് വേണം നമുക്ക് മെയിൻ റോഡിൽ എത്താൻ പറ്റുന്നത്. പണ്ട് 10-40 വർഷം മുമ്പ് അങ്ങനെ ടാറിട്ട് കുറച്ച് ടാറ് മാത്രമുണ്ട്. ഇവിടെ നിന്ന് ഒരു 3-4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. കാരണം നമ്മളങ്ങനെ വലിയ സ്പീഡിങ് ബോയ്സ് ഒന്നും അല്ല. മനസ്സിലായി, റിലാക്സ് ചെയ്ത് പയ്യെ ചായയൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ പോകും. കാരണം വൈ റഷ്, അങ്ങനെ ഒരു കൺസെപ്റ്റാണ് പണ്ട് മുതലേ നമ്മൾ DNR റോഡ്സിലെ മെമ്പേഴ്സും DNR റോഡ്സിലെ ടീം പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് ചെയ്തത്. കാരണം അതുകൊണ്ടാണ് നമ്മൾ അവർ ഫേവറേറ്റ് വെഹിക്കിൾ അന്നും ഇന്നും ഡ്യുവൽ പർപ്പസ് വണ്ടികളാണ്. ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ കൂട്ടത്തിൽ അങ്ങനെ അധികം ആരും സ്ട്രീറ്റ് ബൈക്സോ അല്ലെങ്കിൽ സ്പോർട്സ് ബൈക്കിന് അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ ബോൺ ആൻഡ് ബോട്ടം ലൈക്ക് ദാറ്റ് എന്ന് പറയത്തില്ല. അതാണ് കാരണം ഡ്യുവൽ പർപ്പസ് വണ്ടികൾ നമുക്ക് തരുന്ന ഒരു ഫ്രീഡം. അത് എല്ലാവർക്കും ഓരോ മൈൻഡ് സെറ്റാണ്. എങ്കിലും ആസ് എ ടീം വി ലൈക്ക് അന്നും ഇന്നും ഡ്യുവൽ പർപ്പസ് വണ്ടികൾ. ബിക്കോസ് വി വോണ്ട് ബോത്ത് ദി വേൾഡ്സ്. മനസ്സിലായില്ല, അത് ഡ്യുവൽ പർപ്പസിന് തരാൻ പറ്റുള്ളൂ. പരിപാട്ടോ ഞാൻ വലിയ തീട്ടുന്നില്ല സംസാരിച്ച്. അപ്പം ഇതാണ് സംഭവം. ഇനി അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മെയിൻ റോഡ് എത്തും. പിന്നെ അവിടെ നിന്ന് പയ്യെ കോട്ടയം, തിരുവല്ല, ചെങ്ങന്നൂർ അങ്ങനെ ആ ഒരു റൂട്ടിൽ നമ്മൾ തിരുവനന്തപുരത്ത് പോകും. അതാണ് പ്ലാൻ. അപ്പം ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. ഇനി ഇതേപോലെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാം. ഫ്രീ ആകുമ്പോൾ കാണാം.
നമുക്കും ഒരു മെമ്മറി പുതുക്കലാണ് ഈ വീഡിയോ. യു ഗൈസ് റൈറ്റ് സേഫ്. ഓക്കെ, ടേക്ക് കെയർ, ബൈ.